പിന്നെ ഞാൻ ആ കൂട്ടത്തിൽ ചോദിച്ചല്ലോ, എൻ്റെ രണ്ടാമത്തെ ചോദ്യം ആ ഫോൺ നമ്പർ അടക്കം ആ വിളിച്ച ആളുടെ ഡീറ്റെയിൽസ് തരാൻ പുറത്തുവിടാൻ. അതിനും കൂടി മൂപ്പര് ഒരു മറുപടി പറയുന്നുണ്ട്. പിന്നെ ഓന് തുഹ്ഫ അറിയില്ല എന്ന് ഏത് ഉസ്താദ് എന്നോട് പറഞ്ഞു ആ ഉസ്താദിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്. അത് പറഞ്ഞ ലിസ്റ്റ് തന്നെ വായിക്കേണ്ടി വരും. ലിസ്റ്റ് ഒന്നും വായിക്കേണ്ട നൗഷാദെ, ആ ഒരാളുടെ പേര് പറഞ്ഞാൽ മതി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആ കുഞ്ഞമ്മദോ അല്ലെങ്കിൽ കോമാടനോ അവരൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട കേട്ടോ, അത് നിങ്ങൾ തന്നെ എടുത്താൽ മതി. മറിച്ച് കാര്യവിവരമുള്ള ബോധമുള്ള കിതാബ് അറിയുന്ന ഏത് പണ്ഡിതനാണ് വിളിച്ചത്, അങ്ങനെ ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ നമ്പർ മതി, ലിസ്റ്റൊന്നും വേണ്ട. പിന്നെ മൂപ്പര് വലിയ ആളാണല്ലോ, മുഷാവറ മെമ്പർ അടക്കം മൂപ്പരെ വിളിക്കുന്നുണ്ട് എന്നാ. മുഷാവറ അംഗങ്ങൾ മുതൽ താഴെ തട്ടിലുള്ളവർ വരെ ഞങ്ങൾ പേഴ്സണൽ ബന്ധം പുലർത്തുന്നവരാണ്. നിങ്ങളെ സിറാജുള്ളതിൻ്റെ ഓഫീസിലുള്ള മൊയ്ലേര് മുതൽ മർക്കസിന്റെ ഉള്ളിലുള്ള മുദരിസ് വരെ ഞങ്ങളുമായി സംസാരിക്കുന്നവരാണ്. നിഷേധിച്ചാൽ തെളിവ് ഒന്നിന് പിന്നിൽ ഒന്ന് വരും. ഞങ്ങൾ നിഷേധിക്കാണ്, തെളിവ് പുറത്തു വിട്ടോളൂ. പിന്നെ നിങ്ങളുമായി സംസാരിക്കാറുണ്ട് എന്നാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വിവരക്കേടിനെ കുറിച്ച് സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും സംസാരമല്ലാതെ നിങ്ങളെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷയങ്ങൾ ചോർത്തി തന്നുകൊണ്ടോ ഏതെങ്കിലും മുഷാവറ മെമ്പറോ അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരോ നിങ്ങളുമായി ഇടപെടുന്നുണ്ടെങ്കിൽ തെളിവ് പുറത്തുവിട് നൗഷാദെ. ഈ ചോദ്യം ഞാൻ ചോദിക്കുമെന്ന് നൗഷാദിന് പെട്ടെന്നാണ് ഒരു ബോധം വന്നത്. ഇബ്ലീസ് തോന്നിപ്പിച്ചു കൊടുത്താണ്. ഇത് പറഞ്ഞു പോയാൽ ചോദ്യം വരൂട്ടോ. ഉടനെ തന്നെ നൗഷാദ് പ്ലേറ്റ് കമത്തിയിടുകയാണ്. ആ കമത്തലൊന്ന് കണ്ടു നോക്ക്. നിഷേധിച്ചാൽ തെളിവ് ഒന്നിന് പിന്നിൽ ഒന്ന് വരും. മനസ്സിലായോ? എന്നിട്ട് ആ പേര് പറഞ്ഞിട്ടാണ് ഓരോ ഒഴിവാക്കാൻ പോയി പണി നോക്കാൻ. ആ പേര് പറയാൻ സൗകര്യമില്ല. ആ പോയി പണി നോക്കാൻ ആ പേര് പറയാൻ സൗകര്യമില്ല. കൂളുപ്പുണ്ടോ ചെങ്ങാതി? ഒരു കാര്യം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോൾ തെളിവ് ചോദിക്കും. ഇപ്പൊ പറയാണ് അത് പേര് പറയാൻ സൗകര്യമില്ല. ഇനി പറയും മൂപ്പര് എപ്പോഴാണെന്നറിയോ? ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിയുമ്പോ മൂപ്പര് പറയും, അതാ ഈ മുഷാവറ മെമ്പർ ഞങ്ങളുടെ കൂടെയാണ്, മുഷാവറ മെമ്പർ ഞങ്ങൾക്ക് ഫോൺ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ ക്ലിപ്പുകൾ കേൾപ്പിക്കും. കള്ള ക്ലിപ്പുകൾ. എന്ത് കള്ളത്തരം കാണിക്കുമല്ലോ, എന്ത് നെറികേടും ചെയ്യുമല്ലോ. ഇപ്പൊ വൈലത്തൂർ തങ്ങളെ കുറിച്ചൊക്കെ ഉണ്ടായ സംഭവങ്ങൾ നമ്മളൊക്കെ കേട്ടതല്ലേ. വൈലത്തൂർ തങ്ങളുപ്പാപ്പ പരസ്യമായി വ്യക്തമായി വീഡിയോയിലൂടെ പറഞ്ഞതാണ് കാട്ടുകള്ളന്മാരാണ് അവരെന്ന്. ആ തങ്ങൾ വഫാത്തായതിന് ശേഷമല്ലേ സൗണ്ടും വോയിസും കോളും ഒക്കെ പുറത്തുവിട്ടത്. അതുപോലെ ആരെങ്കിലും ഒക്കെ വഫാത്തായി കഴിയുമ്പോൾ മൂപ്പര് ഞങ്ങളുടെ കൂടെയായിരുന്നു എന്നും പറഞ്ഞ് ക്ലിപ്പുമായിട്ട് കൊണ്ടുവരുന്ന നിന്റെ തരികിടയുണ്ടല്ലോ, ആ ഇബിലീസിന്റെ തട്ടിപ്പ്, അതല്ല ചോദിച്ചത് നൗഷാദെ. ധൈര്യമുണ്ടെങ്കിൽ ഒരൊറ്റ നമ്പർ, ഞാൻ തുഹ്ഫ വായിച്ചതുമായി ബന്ധപ്പെട്ട് ഏതോ മോലിയാര് നിങ്ങളോട് പറഞ്ഞു എന്നല്ലേ, ആ മോലിയാരുടെ നമ്പർ പുറത്തുവിടുന്ന നൗഷാദെ. ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ അയാളോട്. എന്താ പുറത്തുവിടാൻ ഇത്ര